1.5 മണിക്കൂർ എടുക്കും. 1.5 മണിക്കൂർ നിൽക്കാൻ റെഡിയാണോ? 1.5 മണിക്കൂർ. നല്ല കഥ. അപ്പുക്കുട്ടനാണോ ഇത്? ചന്ദ്രു അപ്പുക്കുട്ട ചന്ദ്രു നീ എവിടെയായിരുന്നേ? കണ്ടു കിട്ടാൻ എന്താ പണി? അപ്പുക്കുട്ട എന്തുണ്ട് ഇത്? നമ്മള് അങ്ങനെ നമ്മള് നാച്ചുറലായി കണ്ടുപിട്ടു സിറ്റിയില്. ഇതല്ല സുഖല്ലേ? ഒട്ട ആർട്ടിഫിഷ്യൽ ആയിട്ടില്ല. ഇല്ല, എനിക്കറിയത്തില്ല അപ്പുക്കുട്ടുള്ള ഇവിടെ. നീ വരുന്ന എനിക്കറിയില്ലായിരുന്നു. ഞാനിത് എപ്പം വിളിച്ചിട്ട് വന്നതാ, പമ്പ വിളിച്ചിട്ട് വന്നതാ. SRK കൂടെ ഉണ്ടായിരുന്നാ ഇതടിക്കാൻ? SRK കൂടെ ഞാനില്ലായിരുന്നു. ഞാൻ ഇപ്പൊ വന്നുള്ളൂ. എനിക്കിങ്ങനെ ഓർമ്മയുണ്ട്, പണ്ടേ ഞാൻ അപ്പുക്കുട്ടനെ മെറ്റടിച്ച് വന്നിട്ടുണ്ട്. അടിപൊളി. അവിടെ ഞാൻ ഇവനെ കാണുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഇവനെ ആദ്യമായിട്ട് കാണുന്നത് എപ്പോഴാണ് നമ്മുടെ മറ്റേ സിറ്റിക്ക് അടുത്തുള്ള മറ്റേ ഇതുണ്ടല്ലോ, എന്താണ് മറ്റേ ഡാം ഉണ്ടല്ലോ, വണ്ടി അവിടെ കൊല്ലിന്റെ കാട്ടിക്കൂടെ ഓടി നടക്കും. ഞാൻ മറ്റേ ഡാമിന്റെ അവിടെ മെറ്റടിച്ച് വന്ന അപ്പുക്കുട്ടൻ. അന്ന് അവനെ കണ്ടു ഞാൻ ആദ്യമായിട്ട്. എന്താ സിറ്റിയൊക്കെ എങ്ങനെയുണ്ട്? സിറ്റി നൈസ് അല്ലേ? ഇഷ്ടായ സിറ്റി? ഇഷ്ടായ സിറ്റി? കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലെ മാത്രം കൊണ്ട് നടക്കുന്നുള്ളൂ. അതുകൊണ്ട് MRP കഴിഞ്ഞിട്ട് ഇവിടെ അല്ലേ വരുന്നത്? MRP കഴിഞ്ഞിട്ട് ഇവിടെ അല്ലേ വരുന്നത് സിറ്റിയില്? ഇല്ലടാ, കൊറേ സ്ഥലത്ത് പോയിട്ടുണ്ടടാ. MRP സിയോണിലൊക്കെ ഉണ്ടായിരുന്നോ? സിയോണിലുണ്ടായിരുന്നു. സ്വർഗരാജ്യത്ത് മാത്രമേ ഞാൻ കേറാത്തെന്ന് തോന്നുന്നു. ബാക്കി എല്ലായിടത്തും ഞാൻ കേറിയിരുന്നു. അന്നൊക്കെ എന്ന് പിന്നെ മറ്റേ PC ഇല്ല. PC ഇല്ലാത്ത നമ്മള് ഫുൾ ആപ്പിളും കാര്യങ്ങളൊക്കെ ഇവിടെ. ഇവരൊക്കെ ആരാ? ഇവരൊക്കെ എന്റെ മക്കളാ. ഇവരെയാണ് ഞാൻ പോറ്റി നടത്തുന്ന ചെമ്മരിയാടുകളാണ്. SRRൽ പോയായിരുന്നാ? വീട്ടിൽ പോയായിരുന്നാ? ഇല്ലടാ, SRR എടാ റെഡ് മോൻ ഉണ്ട് ഇതിനകത്ത്. റെഡ് മോന് മാത്രമേ ഉള്ളൂ തോന്നുന്നു നിങ്ങളുടെ കൂട്ടത്തില്. പഴയ ഉള്ളേല് അമ്മാനും അബുണ്ട്. അമ്മാനും അബോട്ടൊക്കെ ഞാൻ നല്ല അടിയാട്ടാ. അമ്മാനും അബോട്ടൊക്കെ ഞാൻ നല്ല അടിയാട്ടാ. പക്ഷെ കലിപ്പൊന്നുമില്ല. ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യും അവരുടെ അടുത്ത്. കുഴപ്പമൊന്നുമില്ല. നേരത്തെ ഒരു കലിപ്പുണ്ടായിരുന്നു, നമ്മളത് സംസാരിച്ചങ്ങ് സെറ്റായി. കണ്ടിട്ടില്ലടാ, ഞാൻ കണ്ടിട്ടില്ല. കാണണം, എല്ലാരെയും കാണണം. ഇങ്ങനെ ഓരോരുത്തരെ ഞാൻ അങ്ങനെ വിചാരിക്കാണ്. നമ്മള് വെറുതെ ഒരു ഇതുമില്ലാണ്ട് അങ്ങോട്ട് പോയി കാണാന്നല്ലാണ്ട് സിറ്റുവേഷൻ വരുന്ന സമയത്ത് അങ്ങനെ നാച്ചുറൽ ആയിട്ട് കാണാന്നുള്ള വിചാരിക്കാം. അതാണ് റെഡ് മോൻ അവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. മുതുക്കിലൊക്കെ കാണാം. അവിടെ പെമ്പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നൈസായിട്ട് അവിടെ ചുറ്റിപ്പറ്റി നിക്കണ. അടിപൊളി, നൈസ്. ഞാനേ മറ്റേ സിറ്റിക്കകത്തെ മറ്റേ ബെസ്റ്റ് ഫാമിലി എന്തിനാ പ്രശ്നം? സംസാരിക്കാം. പറഞ്ഞോ. നല്ല ഫാമിലിന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ വളരെ ഐഡിയൽ ആയിട്ടുള്ള ഫാമിലി ആണല്ലോ നീയും നിന്റെ മോനും. ഞാൻ കൊറേ കാണുന്നുണ്ട് ഓരോരോ ഇന്നലെയും കൂടെ ഒരു സാധനം കണ്ട് ഞാൻ ചിരിച്ചല്ലോ. ആണല്ലേ? സ്വന്തം മോനെ സ്വന്തം തന്ത വിളിക്കണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളായിട്ടുള്ള ഒരു ബന്ധം. അതെ. എനിക്ക് അവനൊരു കൗൺസിലിംഗ് കൊടുക്കണമെന്നുണ്ട്. കൗൺസിലിംഗ് ചെയ്യും അപ്പുകുട്ടൻ. എല്ലാം ഇവിടെ കയ്യിൽ കിട്ടും. എനിക്ക് അവനൊന്ന് കൗൺസിൽ. അവനെ ഈ ഇത് എന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുകുട്ടൻ ഇവനെ അഡോപ്റ്റ് ചെയ്തതാണ്. ഇവനെ സിറ്റിയിൽ തന്തയും തള്ളയില്ലാതെ വന്ന ഒരുത്തനാ. അവൻ നേരെ വന്ന് എന്നെ അച്ഛാന്ന് വിളിച്ച സിറ്റിയില്. ഞാൻ കുടുങ്ങി. പിന്നെ ഞാന് നിവൃത്തിയില്ലാതെ എന്റെ തലയിലാവുന്ന ഇതിലെത്തിയപ്പോഴത്തേക്ക് ഞാനായിട്ട് എന്നെ സ്വമേധയെ ഏറ്റെടുത്ത ആളെ ഏറ്റെടുത്തതിന് ശേഷം ശരിക്കും പറഞ്ഞാല് സ്വന്തം ചോരയല്ല. അല്ല അഡോപ്റ്റ് ചെയ്താണ് ഇവൻ തമിഴ്നാട്ടിൽ നിന്ന് വന്നേ. അപ്പൊ ഇവനാണെങ്കില് അതിനുശേഷം ഇവന്റെ അടുത്ത് ആരുടെ പേര് വെച്ച് കഴിഞ്ഞാ ഇവൻ പറഞ്ഞ എന്റെ പേര് സൂര്യബോസ്, അമ്മ പേര് അലീന എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങൂരി എസ് പറയൂ അങ്ങ്. സിറ്റിയിൽ. അപ്പൊ ഞാനൊരു തന്തയായി, മനസ്സിലായില്ലേ? സിറ്റിയിൽ അറുമ്പാദിച്ച് നടന്ന ഞാനൊരു തന്തയാക്കി അവനെ കഴിവേറി. അപ്പൊ എടാ ഇത് അപ്പുകുട്ടൻ. എന്നിട്ട് ഇവനാണെങ്കിൽ സിറ്റി ഇവന്റെ
എനിക്ക് തോന്നുന്നത് ഇവന്റെ അച്ഛൻ റോമിയോ എന്തായിരുന്നു. ഇവൻ ഈ പെമ്പിള്ളേരെ സിറ്റിയില് ഓടി നടന്ന് വശത്തലാക്കലാണ് ഇവന്റെ മെയിൻ പരിപാടി. നടന്ന് ഇവൻ അറിഞ്ഞിടത്ത ഒരു പെണ്ണ് പോലും ഇപ്പൊ അപ്പുകൂടെ സിറ്റിയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു പെൺകൊച്ചിനെ റാൻഡോട്ട് കാണുമ്പോ സൂര്യനെ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനെ അറിയാം, അവന്റെ തന്തേനെ അറിയാന്ന് അങ്ങനെ ആയിരിക്കും പറയണേ. നടന്ന് ഇവൻ മറ്റേ സിറ്റിയിൽ ആദ്യമായിട്ട് വരുന്ന സ്പോൺ പോയിന്റ് ഉണ്ടല്ലോ, ജനിക്കുന്ന സ്ഥലം, അവിടെ പോയി നിക്കും ഇങ്ങനെ. പെമ്പിള്ളേരെ മാത്രം പെമ്പിള്ളേരെ ആണെങ്കിൽ കൂട്ടിക്കൊണ്ടുവരും. എന്നിട്ട് സിറ്റി പിന്നെ ഇവന്റെ കയ്യിലത്തെ പരിപാടിയില്ല. കഞ്ചാവ് വിൽപ്പന, ഗണ്ണ് വിൽപ്പന, മെത്ത്, അത് ഇത് ഈ സിറ്റിയിൽ ഇല്ല. മോഷണം, കള്ളുകൂടി, പെണ്ണുപിടി എല്ലാം ഉണ്ട്. എനിക്ക് എവനെ ഒന്ന് കൗൺസിലിംഗ് ചെയ്യണം. എനിക്ക് അത് സെറ്റാക്കാം. അത് നമുക്ക് നൈസായിട്ട് അവനെ ഇരുത്തിട്ടേ എന്നിട്ട് നമുക്ക് അവന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് എനിക്ക് നല്ലൊരു പയ്യനാക്കണം. എനിക്ക് അപ്പുക്കുട്ടനെ കൊണ്ട് സാധിക്കുന്നതാണ് എന്റെ മനസ്സ് പറയണേ. ഞാൻ ചീത്ത ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ കൊല്ലണം ഉറപ്പാ. നീ കണ്ട അവനെ നന്നാക്കാൻ നോക്കി ഞാനങ്ങ ചീത്ത ആയി കഴിഞ്ഞാട്ടല്ലോ. ഞാൻ നിനക്കിപ്പോ ഒരു മകനേ ഉള്ളൂ. അടുത്തത് നിനക്ക് വരാൻ വന്ന് നിന്റെ തന്തയായിട്ട് ഞാനിരിക്കും. ഇല്ല പേടിക്കട. അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. പിന്നെ അവന്റെ അമ്മയുണ്ട് സൈക്കോ തള്ള അലീന, അവക്കൂടെ കൗൺസിലിംഗ് കൊടുക്കണം. ഞാനാണ് അത്യാവശ്യം ഡീസന്റ് സത്യം പറഞ്ഞ. അതെനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതെ, അതെന്തായാലും നമുക്ക് സെറ്റ് ആക്കാം. ഒരു ഫാമിലി കൗൺസിലിംഗ് എന്നത്തേക്ക് നിങ്ങളുടെ ടൈം പറയണേ. ഞാൻ എന്തായാലും വൈകിട്ട് ഇവിടെ ഉണ്ടാവും. നാളത്തേക്ക് ഞാൻ നോക്കട്ടെ. ഇതാണ് നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പുകൂടെ നമ്പരാ. ഞാൻ നമ്പർ അങ്ങോട്ട് ഷെയർ ചെയ്യാം. ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ടെന്ന് കുടിച്ചോ. കിട്ടിയില്ല കേട്ടാ. അത് ഒന്നോട് ചെയ്ത് കിട്ടിയില്ല. അല്ലല്ലോ, ഫോണിന്റെ എയർപ്ലെയിൻ മോഡ് എന്തെങ്കിലും ഓണേ കിടക്കണോ? അല്ലല്ലോ, കിട്ടിയാ? ഇപ്പൊ സേവ് ഹെഡ്ഫോൺ അടിച്ചു പോയാ, അതെന്റെ ചെവി പോയാ. ഓക്കെ, അപ്പൊ സിറ്റിയിൽ ഇവിടെ താമസമൊന്നുമില്ല. നമ്മളിതാ ഇവരെ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കും. രാത്രി ഉറക്കൊന്നുമില്ലല്ലോ. രാത്രിയാണല്ലോ നമ്മളുടെ മെയിൻ പണികള്. രാവിലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോയി വർത്താനം പറഞ്ഞിരുന്നേ. രാത്രി ആകുമ്പോ നമ്മള് കൈക്കോട്ടും മറ്റേ കമ്പിപ്പാരയും സാധനങ്ങളൊക്കെ എടുത്ത് എണ്ണ തേച്ച് അട്ടിറക്കാം. വീടെല്ലാം കുത്തി. നീ എന്ത് വിചാരിച്ചേ? എന്ത് നശിച്ച മനസ്സാ നിന്റെ. നിനക്ക് ആദ്യം കൗൺസിലിംഗ് വേണം. കൈക്കോട്ടും എണ്ണ പെട്ടെന്ന് നമ്മളെ കേട്ടപ്പോ കേട്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഒരു വിഷയം ഇങ്ങനെ. കൈക്കോട്ട് നിന്റെ നാട്ടിലൊക്കെ എന്തിനാ ഉപയോഗിക്കുക? കൈക്കോട്ട നിങ്ങളുടെ ഭാഷയിൽ ആ ഒരു സ്ലാങ്ങിൽ ഇങ്ങനെ കേട്ടപ്പോഴേ ഞാൻ വേറെ എന്തോ ഇങ്ങനെ പെട്ടെന്ന്. കൈക്കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് വെട്ടി. ഓക്കെ മനസ്സിലായി. നമ്മളെ ഡൂഡിനെ കാണാറുണ്ടാ? ഡൂഡിനെ കണ്ടിട്ടില്ലടാ. സിറ്റി കയറിട്ട് കൊറേയില്ലേ. ഞാൻ പറഞ്ഞായിരുന്നു അവനോട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നല്ലേ. പക്ഷെ ആള് സ്വിച്ചില് ഫേമസ് ആണ്, അതറിയാവോ? അതെ, എന്ത് പള്ളി വന്നാലേ അത് അവന്റെ പേരടാ പോണേ. എന്തൊരു കഷ്ടാണ് പറഞ്ഞങ്ങ് തുടങ്ങും സംഭവം. ഡൂഡിന്റെ ഇവിടെ കണക്കാ. നമ്മളില്ലെങ്കിൽ നമ്മളെ തന്നെ പറയും. പക്ഷെ ഇതിപ്പോ ഡൂഡ് ഇപ്പൊ കൊറേ നാളല്ലേ സിറ്റി കയറിയിട്ട്, കൊറേ ആയില്ലേ. അവനിതൊക്കെ അറിയുന്നുണ്ടോ? കൊറേ ആയി. ഞാൻ അവനോട് മെസ്സേജ് അയച്ചടാ. ഞാൻ PC എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ സ്ട്രീമിംഗ് ഒക്കെ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവനക്ക് മെസ്സേജ് അയച്ചു. ഇങ്ങനെ പ്ലാൻ ഉണ്ടാ എന്താന്ന് വെച്ചിട്ട്. അവന് ഭയങ്കര റിലക്റ്റന്റ് ആണ് സംഭവം കയറാൻ വേണ്ടിട്ട്. ഇത് സംഭവം ഭയങ്കര ഇടങ്ങേറാ. പിള്ളേര് എല്ലായിടത്തും പിള്ളേര് പ്രശ്നക്കാരാണ്. അല്ലടാ, സംഭവം ഞാൻ പറയട്ടെ. സംഭവം പ്രശ്നക്കാരാണ്. അത് ഞാൻ ശരിക്കും പറഞ്ഞാല് ഞാനിവിടെ കേറി ആദ്യം ഞാൻ തത്സമയം ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇതിനകത്ത് കേറി ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ ഇംപ്രഷൻ എന്ന് പറയുന്നത് തൊട്ടും നല്ലതല്ലായിരുന്നു. അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ പേഴ്സ്പെക്റ്റീവിന്റെ പ്രശ്നമാണ്. നമ്മള് നല്ല ആൾക്കാരെ കാണണം, നല്ല ആൾക്കാരോട് മാത്രം സംസാരിക്കണം എന്ന് വിചാരിച്ച് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നല്ല കിട്ടില്ല മയ്യന്മാരുണ്ട് ഇതിനകത്ത്. സത്യം പറയാലോ. അത് ഞാൻ എന്നിട്ട് ലൈവിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മുടെ കയ്യിലൊരു വെള്ള പേപ്പർ എടുത്തിട്ട് ആ വെള്ള പേപ്പറിൽ നമ്മളൊരു കുത്തിടുക. എന്നിട്ട് ആൾക്കാരോട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങളിപ്പോ എന്താ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും പറയാ വെള്ള പേപ്പറിന്റെ നടുക്കൊരു കുത്തെന്ന് പറയും. അതിന്റെ ചുറ്റും അത്രയും വെള്ള നല്ല ഭാഗം കാണുന്നു, അതാരും കാണൂല. അതുപോലെയാണ് ഇതിനകത്ത് കുറച്ച് സ്ഥലത്ത് അവിടെയും ഇവിടെയും ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള പിള്ളേരുണ്ട്. പള്ളി പിടിക്കാൻ വേണ്ടി മാത്രം കയറുന്ന ആൾക്കാരുണ്ട്.
വെറുതെ മറ്റേ ഓരോരോ കോപ്രായം കാണിക്കുന്ന ചെക്കന്മാരുണ്ട്, ശരിയാണ്. അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എത്ര നല്ല ആൾക്കാരുണ്ട് ഇവിടെ. അവരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്കങ്ങ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം നല്ല കിടിലുമായിട്ട് പോകും. സത്യം പറയാം, ഞാനിപ്പോ സിറ്റിക്കകത്ത് കയറുന്നു, വളരെ എൻജോയ് ചെയ്തിട്ട് കയറുന്നു. സിറ്റി സീനല്ലേ, അപ്പം പണിഞ്ഞങ്ങ് വച്ചേക്കോ സിറ്റിയൊക്കെ അങ്ങ്. ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ പുകഴ്ത്തി അടിച്ചങ്ങ് കളയും ഡീഡോസ്. അപ്പാപ്പനോട് പറഞ്ഞേക്ക് പണ്ടത്തെ സുമലത ടീച്ചർ വീട്ടിൽ. സുമലത ടീച്ചർ അതെന്താ കണക്ഷൻ? പുള്ളിക്കാരന് ഞാൻ ഒരുമിച്ച് പഠിച്ചല്ലേ തന്നെ. തന്ത റോമിയായി ഇങ്ങനെ നടക്കുന്ന നോക്കണ്ട. മൂപ്പരുടെ എല്ലാ കുൽസിതും എനിക്കറിയാം. മൂപ്പരോണ്ട് കരുതി ഇരിക്കാൻ പറഞ്ഞ എന്തെങ്കിലും എന്റെ കയ്യിൽ കിട്ടും. മൂപ്പർക്കുള്ള എല്ലാ പ്രശ്നം എനിക്കാ വരുന്നേ. സുമലത ടീച്ചർ ഡിവോഴ്സ് ആയി. കാരണം എന്താന്ന് പേര് എന്താ? അപ്പാപ്പ എന്റെ കൈവുകേടല്ല കയ്യിലിരിപ്പ്. സുമലത ടീച്ചറാണോ? ടീച്ചറാ മൂപ്പർക്ക്. പിന്നെ അങ്ങനെയൊക്കെയാണല്ലോ കമ്പം. അതെ അതെ അതെ. നമ്മുടെ പ്രേമം ലൈനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വേറെ നമ്മുടെ മറ്റേ സുമതി അമ്മായിട്ടായിരുന്നു പിന്നെ അടുത്ത് പുള്ളിക്കാരന്റെ ബന്ധം. അതും പിടിച്ചാ? ഓ വേറെ ഇപ്പം പുള്ളിക്കാരത്തി കളഞ്ഞിട്ട് പോയി. അപ്പൊ അതിന്റെ വിഷമത്തിലാ ടി വി കയറിയത്. അല്ലെങ്കിലും പുള്ളിക്കാരനൊന്നും വിധിച്ചിട്ടില്ല. നായ നക്കിയിട്ട് പോകുന്ന പോലെ. നമ്മുടെ ഈവന്റിന് ഫസ്റ്റ് അടിച്ച് അത് കേറാൻ പറ്റില്ലടാ. ഞാൻ കണ്ടടാ സാധനം. ഇവന്റില്ലേ മറ്റേ നിങ്ങളാണ് മറ്റേ ഈ മഡ്രി മറ്റേ റേസ് വെച്ചേ F1. അതിന് ഒരേ ഒരു വിന്നർ ഞാനാട്ടാ. ഒരേ ഒരു വിന്നർ. അത് ഞാൻ കണ്ട്. ബാക്കിയുള്ള എല്ലാരും വള്ളത്തിൽ പോയിക്കൊണ്ടിരിക്കുക ഞാൻ കണ്ടത്. ഇതിലെന്താ പ്രശ്നം അറിയോ? ചന്ദ്ര ഫിനിഷ് ചെയ്തില്ലായിരുന്നു ആലോചിക്കുക. എല്ലാരും പറഞ്ഞാല് ഇതെന്താ തീർക്കാൻ പറ്റാത്ത മാപ്പായിരുന്നു പറഞ്ഞ സീനാക്കി. ശരിയാ. അതെ മറ്റേ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ കൂട്ടത്തിലുള്ള കുറച്ച് പേന്മാരെ ഇപ്പൊ വന്ന ഞാൻ നേരെ പോയിട്ട് അല്ലെങ്കിൽ വയലിന്റെ അപ്പൊ കൂട്ടാ. അപ്പൊ നൈസ് ടു മീറ്റിംഗ് യു. അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് ഞാൻ പോയിട്ട് ഓക്കെ. നീ വിളിക്ക്, നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ സെറ്റ് ബൈ ബൈ.